ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മളിങ്ങനെ ഓൺ വോയിസിൽ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ തുടക്കക്കാർക്ക്, അതായത് എഡിറ്റിംഗ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റിംഗ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതലും ഒരുപാട് അറിയുന്ന, അതായത് യൂട്യൂബിൽ ഒരുപാട് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഒന്ന് സക്സസ് ആയി വരുന്ന ആളുകൾക്കൊക്കെ ഒന്നും ഇതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ഇതിപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എന്നെപ്പോലെ ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ ഇതൊക്കെ യൂട്യൂബ് അതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് പഠിച്ചത്. അപ്പം ആർക്കും സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ, അതായത് തുടക്കക്കാർ, യൂട്യൂബിൽ തുടക്കക്കാർക്കും അതല്ലാണ്ട് ഇനിയിപ്പോൾ യൂട്യൂബിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും നമ്മൾ ഡെയിലി ലൈഫിൽ ഓരോരോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ സ്റ്റോറീസ് ഒക്കെ വെക്കുമല്ലോ. അപ്പോൾ അത് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അതുപോലെ കുറേ ആൾക്കാർ ഞാൻ നോർമലി സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, സോങ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, വോയിസ് ഓവർ എങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലോട്ടൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇൻഷോട്ട് വഴി എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. വലിയ വലിയ ആപ്ലിക്കേഷൻ ത്രൂ എഡിറ്റ് ചെയ്യുന്നത് എനിക്കും അറിയില്ല. അപ്പോൾ ഇൻഷോട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇൻഷോട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെഡ് കളറുള്ള ഈ ഒരു ഐക്കണാണ് കിട്ടുക. നമ്മുടെ ഇൻഷോട്ടിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ വീഡിയോ, ഫോട്ടോ, കൊളാജ് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കണ്ടോ വീഡിയോ, ഫോട്ടോ, ഓൾ അങ്ങനെയുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസുകളൊക്കെ ലോഡായി കിട്ടും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്കിങ്ങനെ ഇതിലോട്ട് ലോഡായിട്ട് വരും. അതിനുശേഷം നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ ഇൻഷോട്ട് എന്നുള്ള ഐക്കൺ സ്ക്രീനിൽ കിടക്കുന്നത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിൻ്റെ സൈഡിലുള്ള ഇൻഡു കൊടുത്തിട്ട് ഫ്രീ റിമൂവ് കൊടുത്താൽ മതി. നെറ്റ് എന്തിനാ ഓഫ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആഡ് നമുക്ക് കാണണം. ഒരു 30 സെക്കൻഡ് 1 മിനിറ്റുള്ള അഡ്വർടൈസ്മെൻറ്റ് ഓടും. അതല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഈസി നെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരസ്യം ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ ഇൻഷോട്ട് റിമൂവ് ആയി കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനാണ് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് പല സൈസിലോട്ടേക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടാനാണെങ്കിൽ ആ 16:9 ആണ് ആ ഒരു റേഷ്യോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ഈ ഒരു റേഷ്യോ ആണ് എടുക്കാറ്. എനിക്ക് ഫുൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻവാസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പല സൈസസിലോട്ടേക്ക് ഇതിനെ എടുക്കാൻ പറ്റും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മളൊരു വീഡിയോ എടുത്തതിന് ശേഷം ആദ്യം തന്നെ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സൗണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. കാരണം ആ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ കണ്ടോ ഡിലീറ്റിൻ്റെ തൊട്ടടുത്തുള്ള വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് സൗണ്ട് മാറ്റുക. അപ്പോൾ ഈ വീഡിയോ സൗണ്ട് ഇല്ലാത്തൊരു വീഡിയോയായി മാറി. ഇനി നമുക്ക് സ്പ്ലിറ്റ് ഓപ്ഷൻ പഠിക്കാം. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മളിപ്പം എഡിറ്റ് ചെയ്യാൻ എടുത്തു. അതിനെ തന്നെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? ആ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ചില ഭാഗം നമുക്ക് സ്പീഡ് കൂട്ടാം, ചില ഭാഗം നമുക്ക് സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ അത് കട്ട് ചെയ്യേണ്ടത് ആ സൈഡിൽ വന്ന് സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ആ വീഡിയോ നമുക്ക് 2 ആയിട്ട് കിട്ടി. പിന്നെ അടുത്ത സൈഡിൽ ഞാൻ അഗെയിൻ സ്പ്ലിറ്റ് കൊടുത്തപ്പം അതിനെ 3 ആക്കി കിട്ടി. ഇപ്പോൾ ആ നടുവിലുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്തപ്പം ആ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഇടയിൽ നിന്നുള്ളൊരു പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോൻ്റെ ഇടയിൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്ലസ് സിമ്പൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. എഗെയിൻ നമ്മുടെ ഗാലറി ഓപ്പണായി. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് വീഡിയോൻ്റെ 2 വീഡിയോനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്തത്. ഇനി ഈ ഫോട്ടോൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാം. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ കുറയ്ക്കാം. ഇനി അതിന് ശേഷം അതിൻ്റെ ക്യാൻവാസ് മാറ്റാം. നമുക്ക് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. അതൊക്കെ ആ ക്യാൻവാസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തതുപോലെ സൂം ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്തത് കാണുന്നത് ഈ വീഡിയോൻ്റെ തന്നെ നമുക്ക് സ്പീഡ് എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് സ്പീഡ് കൂട്ടേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു പോർഷൻ ചെറിയൊരു പോർഷനായി കിട്ടി. ആ പോർഷന് നമ്മൾ സ്പീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര സ്പീഡാണോ കൂട്ടേണ്ടത് അത്രയും സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുമ്പം ഞാനിപ്പോൾ അത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നോർമൽ വീഡിയോനെക്കാട്ടിലും ആ ഒരു പോർഷൻ കുറച്ച് സ്പീഡായിട്ട് ഓടുന്നുണ്ടാവും. ഇനി ഇത്രയും സ്പീഡല്ല, ഇനിയും സ്പീഡ് കൂട്ടണമെങ്കിൽ എഗെയിൻ ആ സ്പീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ സ്പീഡ് കൊടുത്തത് സ്പീഡായിട്ടും അടുത്ത വീഡിയോ കൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടുമാണ് ഓടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചില ഭാഗങ്ങൾ മാത്രമായിട്ട് സ്പീഡ് കൊടുക്കാം. ഇനി നമുക്ക് സ്മൈലീസ് ആഡ് ചെയ്യാനായിട്ട് അതിൽ സ്മൈലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോർമൽ സ്മൈലി ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ അതിലുള്ള സ്മൈലി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു സ്മൈലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ആഡ് ചെയ്ത സ്മൈലി തന്നെ നമുക്ക് ഡ്യൂറേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ലെങ്ത്ത് കൂട്ടിയും കുറച്ചും കൊടുക്കാൻ പറ്റും.
അത് ജസ്റ്റ് നമ്മൾ ഓരോന്ന് ചെയ്താലും മേലെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, അത് കറക്റ്റ് സ്ഥലത്താണോ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ അത് ലോങ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മളൊരു സ്മൈലി ആഡ് ചെയ്തു, അതായത് ആ ടീയുടെ തൊട്ടടുത്ത് സ്റ്റിക്കർ സിമ്പിൾ ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു സ്മൈലി ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് എഫക്റ്റുകൾ പല ടൈപ്പ് ഓഫ് എഫക്റ്റുകൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചില സ്ഥലത്ത് സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, ഷെയ്ക്ക് ചെയ്യുന്ന പോലത്തെ എഫക്റ്റുകൾ. അത് അതിൽ തന്നെ താഴെ കണ്ടോ പല പല എഫക്റ്റുകളുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഷെയ്ക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, അതിനെ തന്നെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കുറയ്ക്കാം, ഇങ്ങനെ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് സ്ഥലം മാറ്റി വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ അത് ഷേക്ക് ചെയ്യുന്നത് പോലെ ഉള്ളൊരു എഫക്റ്റ് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പഠിക്കാം. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് അതിൽ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്യാൻവാസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ആദ്യം മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. മ്യൂസിക് എല്ലാവർക്കും അറിയാലോ, മൈ മ്യൂസിക് സെലക്ട് ചെയ്ത് ഗാലറിയിലുള്ളൊരു ഏതെങ്കിലും ഒരു സോങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള ഒരു സോങ് ഇതിൻ്റെ ബാക്കായിട്ട് കൊടുക്കാൻ പറ്റും. ആ സോങ് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ഭാഗം വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ അതിൽ ഇടയിലുള്ള ഒരു സോങ്ങാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആ സോങ് തന്നെ എഗെയിൻ വരണമെങ്കിൽ ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ ഭാഗം തന്നെ എഗെയിൻ പാടും. അതിന് എഗെയിൻ വരണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഓഡിയോ ആഡ് ചെയ്തതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നൊരു സോങ് സെലക്ട് ചെയ്ത് യൂസ് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ പോർഷൻ വേണ്ടത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് കൊടുത്തു. ഇനി നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ആ സോങ് ആഡ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുക. ഇപ്പം ഇതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംസാരിക്കുന്നതാണ് ഇപ്പം എവിടെ വരെയാണോ സംസാരിക്കുന്നത് അത് ചെയ്തിട്ട് നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് ഓവർ നമുക്കിതിൽ ആഡായി കിട്ടി. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിനെയും നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. വോയിസ് ഓവർ കൊടുത്തു നമുക്ക് എഡിറ്റ് ചെയ്യാം. അഗെയിൻ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് വോയിസ് ഓവർ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, 1 2 3 കഴിഞ്ഞ് ലോഡായി. അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിവിടെ സംസാരിക്കുന്നതിന് ശേഷം അത് പോസ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അത് പറഞ്ഞത് നമുക്ക് തെറ്റിപ്പോയി, കറക്റ്റ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ അത് എഡിറ്റ് കൊടുത്തിട്ട് അത് എവിടെ നിന്നാണോ തെറ്റിയത് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. മേലത്തെ ഓഡിയോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചതിന് ശേഷം അത് എഡിറ്റ് ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ വീഡിയോയിൽ നമ്മുടെ വോയിസ് ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നതും ഓഡിയോ ഓപ്ഷൻ കൊടുക്കുന്നതും. ഇനി നമ്മുടെ വീഡിയോൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും എഴുതി കാണിക്കണമെങ്കിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് സ്ക്രീൻ വരും. എന്നിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ എന്ന് എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഫക്റ്റുകൾ മാറ്റാം, സൂം ഇൻ ചെയ്യാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേലെ എഡിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതൊക്കെ വെക്കണം എന്നുള്ളത് കുറേ ഉണ്ട് കേട്ടോ. നമുക്കത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൻ്റെ തന്നെ കളർ മാറ്റാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ എ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല ഫോണ്ടുകൾ കിട്ടും, അത് മാറ്റാൻ പറ്റും. എഫക്റ്റുകൾ വേണമെങ്കിൽ ആ മേലെ റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല ടൈപ്പ് ഓഫ് ആനിമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് യൂസ്ഫുൾ ആവുന്നത് വീഡിയോൻ്റെ ഫ്രണ്ടിൽ, വീഡിയോൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും എഴുതി കാണിക്കണമെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അങ്ങനെ എഴുതി കാണിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ടൈപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഇത് ഇങ്ങനെ പൊക്കി കാണിച്ചപ്പം എനിക്ക് അവിടെ ഫെയർ ആൻഡ് ലവ്ലി എന്ന് എഴുതി കാണിക്കണമെങ്കിൽ ആ ടി ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ എഴുതി കാണിക്കേണ്ടത് അത് ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ചതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ഫോണ്ട് മാറ്റി കൊടുക്കുക, എന്തെങ്കിലും ആനിമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ വീഡിയോയിൽ നമ്മളത് പ്ലേ ആകുന്ന സമയത്ത് അതിങ്ങനെ എഴുതി കാണിക്കും. ഇപ്പം ഞാൻ എഴുതി കാണിക്കുന്നത് വേറെയും ഫെയർ ആൻഡ് ലവ്ലി വരുന്നത് വേറെയാണ്. അപ്പോൾ ഞാൻ അതൊന്നും കൂടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ടൈപ്പ് ചെയ്തതിൽ ടി ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ സ്ഥലം മാറ്റി കൊടുത്തു.
ഫെയർ ആൻഡ് ലവ്ലി വരുന്ന സമയത്താണ് ഇത് എഴുതി കാണിക്കുന്നത് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഡ്രാഗ് ചെയ്ത് ആ ഫെയർ ആൻഡ് ലവ്ലി സ്ക്രീനിൽ കാണുന്ന സ്ഥലത്തോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടു. അപ്പോൾ കറക്റ്റ് കണ്ടോ, ഫെയർ ആൻഡ് ലവ്ലി കാണിക്കുമ്പോൾ അടിയിൽ ഫെയർ ആൻഡ് ലവ്ലി എന്ന് എഴുതി കാണിക്കും. അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ കാണിക്കുമ്പം അത് എഴുതി കാണിക്കും. അപ്പോൾ ഞാനിത് വീഡിയോൻ്റെ ഇടയിൽ ആഡ് ചെയ്ത ഫോട്ടോ അത് വന്നു. ഈ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം സ്പീഡ് കൂടിയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്തതും ഒക്കെ ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. എഡിറ്റിംഗ് കഴിഞ്ഞ് മേലത്തെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കൺവേർട്ടായി കിട്ടും. കൺവേർട്ട് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഹൈഡായിട്ട് കിടക്കുന്നുണ്ടോ, വാട്സപ്പ് ത്രൂ നമുക്ക് സെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇൻഷോട്ടിലൂടെ എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പം മാക്സിമം സമയം ചുരുക്കി സ്പീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താം, നിങ്ങളുടെ സജഷൻസ് പറയാം. ഇത് യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമ്പോഴാണ് നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പിന്നെ ഇതേപോലെ ഇപ്പോൾ ഞാനിപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 2 months ആണ് ആയിട്ടുള്ളത്. ഇതുവരെ നമുക്ക് 1600 സബ്സ്ക്രൈബേഴ്സായി, അതുപോലെ 1100 വാച്ച് അവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ എനിക്ക് അറിയാത്തതാണെങ്കിലും റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഡെയിലി 8 to 10 നൈറ്റ് നമ്മുടെ ലൈവ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ലൈവിൽ വരികയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് നമ്മുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി. താങ്ക് യു.